ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്ന എന്നാന്ന് പറയുന്നത് നല്ല ചൂടല്ലേ ചട്ടി, മൺചട്ടിയല്ലേ ഇത്. മൺചട്ടിയിൽ ഉണ്ടാക്കണം കേട്ടോ, നല്ലതാ. അപ്പം മൺചട്ടിയുടെ ഒരു ടേസ്റ്റ് വളരെ നല്ലതാ. പഴമയുള്ള കറിയല്ലേ ഇത്. പിന്നെ നമ്മൾ കടുക് താളിച്ചത് ഇതിലേക്ക് ചേർക്കും. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇന്ന് സമയം 12 മണിയായി. നമുക്കൊരു തോരൻ ഉണ്ടാക്കണം. ഒരു മെഴുക്ക് പുരട്ടി ചാറുകറിയൊക്കെ ഇരിപ്പുള്ളൂ. അപ്പൊ എനിക്ക് തോന്നി 2 ഏത്തക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. നാടൻ ഏത്തക്ക, ഇതേ കാണാമോ? ചെറുതാണ്, നാടൻ കായാണ്. ഇതുകൊണ്ട് നമുക്ക് തേങ്ങയും ഉള്ളിയും ജീരകവും ഒക്കെ ഇട്ട് ഒരു തട്ടിക്കൂട്ട് തോരൻ ഉണ്ടാക്കി കളയാം. ഊണ് കഴിക്കാറാകുമ്പോഴേ തേങ്ങ ഇട്ടുള്ള ഒരു തോരൻ. അതിന് ഞാൻ ഒരെണ്ണം ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചു കൂട്ടോ. കഞ്ഞിവെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടേക്കുവാണ് കറ പോവാനായിട്ട്. കഞ്ഞിവെള്ളം റെഡി ആയതുകൊണ്ട് കഞ്ഞിവെള്ളത്തിലേക്ക് അരിഞ്ഞത്. ഇനിയിപ്പൊ ഇതിന്റെ തൊണ്ട എങ്ങനെയാ കളയണെന്ന് കാണിക്കണം. നമുക്ക് പുറത്ത് കൊണ്ടുപോയി ഒന്ന് കളഞ്ഞാലോ? കളഞ്ഞേച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന അരിയാം. എന്നാ എന്റെ പുറകെ പോലെ പുറത്ത് കൊണ്ടുപോയി കളയണ കാണിക്കാം കേട്ടോ. ഇത് നമ്മൾ കറി വെക്കാൻ പാകത്തിനുള്ള മൂപ്പാട്ടോ, പഴുക്കാൻ പാകത്തിനുള്ള മൂപ്പല്ലാതെ. അത് എന്ത് മൂപ്പാന്ന് കട്ട് ചെയ്യുമ്പോ കാണിക്കാം. അകത്തെ ഞാൻ എന്നാ തൊലി കളയണ കാണിക്കട്ടെ. അതെ, ആദ്യം ഇങ്ങനെ ഒരു 3 വരുമ്പുണ്ടാവും. 3 ആണോ 4 ആണോ നമുക്ക് നല്ല ഓർമ്മ നിശ്ചയില്ലതേ. ഈ വരുമ്പോൾ ആദ്യം അങ്ങ് കളയുക. കണ്ട? എന്നിട്ട് ഞാൻ ചെയ്യണതാട്ടത് ഇങ്ങനെ ചീമ്പി എടുക്കണമെങ്കിൽ ഇങ്ങനെ ചീമ്പി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെത്തി തന്നെ കളയണമെങ്കിൽ ചെത്തിക്കളയാം. ഞാനിപ്പോൾ ചീമ്പി ആട്ടം എടുക്കണത്. പുറമേ ഉള്ള ഇതങ്ങ് പോയാൽ മതി. ഈ കാ വറക്കാൻ നേരത്താണെങ്കിൽ ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കും. അത് നമ്മൾ കാ വറക്കണ എപ്പിസോഡിലുണ്ട്. ഒട്ടും കറ വരാതെ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ ചെത്തും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത്രയും കളഞ്ഞാൽ മതി തൊണ്ട. ഇല്ല എങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ ചെത്തണത് കാമ്പ് കയറാതെ ചെത്തിയെടുക്കണം. ഇത് പഴുക്കണതിന് മുമ്പുള്ള മൂപ്പാണോ? പഴുക്കണതിന് മുമ്പല്ല, കറിക്ക് പാകത്തിനുള്ള മൂപ്പ്. പഴുക്കണതാണെങ്കിൽ കുറച്ചുകൂടെ വിളയണം. ഇത് കറിപ്പാകമെന്ന് പറയും ഇതിന്. അത് കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് കണ്ടാൽ അറിയാതെ. അപ്പം അത് സ്ഥിരമായിട്ട് മേടിക്കുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാന്ന്. പിന്നെ അല്ലെങ്കിൽ അറിയില്ലാത്ത പിള്ളേരാണെങ്കിൽ ചോദിച്ചാൽ മതി, കറിപ്പാകത്തിനുള്ള കായെന്ന് ചോദിച്ചാൽ കടക്കാർ കൊടുക്കാം. ഇനി നമുക്ക് അരിയാനകത്തേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ ചെറുതാക്കണം ആദ്യം. ഇങ്ങനെ എന്നിട്ട് കഴുകണ്ടേ? കാണിച്ചു തരാം. ഇങ്ങനെ ആക്കണം. കണ്ടോ? ഇനി നമ്മൾ കാണിക്കുന്ന കഴുകണമൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്കകത്ത് കൊണ്ടുപോയി ചെരുവത്തിൽ നുറുക്കിയിട്ടേക്കണതിലേക്ക് നുറുക്കിയിടാം. അത് കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ അരിഞ്ഞിടണം കറ പോവാൻ. കഞ്ഞിവെള്ളം ഓൾറെഡി റെഡി ആയിരുന്നു. അതുകൊണ്ട് എന്നിട്ട് നമുക്കതൊരു 3-4 ട്രിപ്പ് കഞ്ഞിവെള്ളത്തിൽ 1 ട്രിപ്പ് കഴുകിച്ച് 2 ട്രിപ്പ് പച്ചവെള്ളത്തിൽ കഴുകാം. കൊണ്ടുപോകാം. ജസ്റ്റ് ഇങ്ങനെ കനം കുറച്ചാട്ടോ അരിയണം. എന്നാന്ന് വെച്ചാൽ വേഗം വെന്തോളും കഞ്ഞിവെള്ളത്തിലേക്ക്. ഈ കട്ടി കൂട്ടി അരിഞ്ഞാൽ വേവ് താമസം ഉണ്ടാവും. അതാ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളത് കൊണ്ടാട്ടോ. പിന്നെ കുക്കറിൽ 1 വിസിൽ അടുപ്പിച്ചാൽ മതി. ഞാനിപ്പോൾ അതിന് വേണ്ടി കുക്കർ എടുക്കണില്ല. 2 കായല്ലേ ഉള്ളൂ. ചട്ടിയിൽ തന്നെ വേവിച്ചിട്ട് ചട്ടിയിൽ തന്നെ തേങ്ങയൊക്കെ ചേർക്കും നമ്മളതിലേക്ക്. ഇതൊന്നോടെ കണ്ടു വേണമെങ്കിൽ ഇങ്ങനെ കണ്ട. അത് ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ ചെറുതാക്കണമെങ്കിൽ കൂടുതൽ കുരുകുരുന്നാക്കുക. സ്ലൈസ് ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ കാന്താരിമുളകും തേങ്ങയും 2 തരം ഉള്ളിയും ചേർത്താട്ടോ ഇതിൻ്റെ തോരനുള്ള മിക്സ് തയ്യാറാക്കണം. കാന്താരിമുളക് ഇരുന്നത് കൊണ്ട് അതങ്ങ് എടുക്കാം. കാന്താരിമുളക് ഇട്ടാൽ പ്രത്യേക ഒരു രുചിയുണ്ട്. നമ്മളിത് ഇങ്ങനെ കുരുകുരുന്ന് അരിയൂലേ, ഇത് അരിയാനായിട്ട് ഞാനിങ്ങനെ കായും കൂർക്കയൊക്കെ അരിയാനായിട്ട് വെച്ചിരിക്കുന്ന ഫിംഗർ ക്യാപ്പാണ്. ഇതിന്റെ കറ അരിഞ്ഞത് പറ്റിയേക്കണതാട്ടോ. ഇതിൽ ഞാൻ ഏത് പുതിയ ഫിംഗർ ക്യാപ്പ് എടുത്താലും ഇങ്ങനെയുള്ളത് അരിയുമ്പോൾ അതിലേക്ക് കറയാവും. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ളതിനെ മാറ്റി വെച്ചേക്കണതായത്. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ടാ. ഇനി നമുക്ക് ഈ ട്രിപ്പ് കഞ്ഞിവെള്ളത്തിൽ 1 കഴുകണം. അത് നമുക്ക് എടുക്കാം. പിന്നെ 2 ട്രിപ്പ് പച്ചവെള്ളത്തിലും കഴുകണം. എന്നിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. വാ പോരെ, എൻ്റെ കൂടെ വാ. ആദ്യം നമ്മളൊരു ട്രിപ്പ് ഇതിനെ ഒന്ന് സാധാ വെള്ളത്തിലേക്കാട്ടോ കലത്തിലേക്ക് ഇടുന്നത്. ഇത് കഴുകാനുള്ളതാട്ടോ. ആ വെള്ളത്തിലേക്ക് ഇട്ടെന്നേ ഉള്ളൂ. 2 ട്രിപ്പ് 1-2 ട്രിപ്പ് വെള്ളത്തിൽ. അതൊക്കെ ഓരോരുത്തരുടെ ഇത് കഞ്ഞിവെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ ഒരുവിധം കറയങ്ങ് പോകും.
നമുക്കിത് ഇതിലേക്ക് തന്നെ അങ്ങ് ഒഴിക്കാം അല്ലേ? കണ്ടോ? തിളച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തതേ ഒരു ട്രിപ്പ് കഞ്ഞോളത്തിൽ കഴുകി കേട്ടോ. പിന്നെ 2 ട്രിപ്പ് സാധാ വെള്ളത്തിൽ കഴുകി വെച്ച് ഞാൻ നഗക്ക വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. ഇതിന് വേവിക്കാൻ വെക്കുമ്പോൾ എന്തൊക്കെയാ ചേർക്കണ്ടേന്ന് പറഞ്ഞേ? മഞ്ഞൾപ്പൊടി, ഉപ്പ് അത് 2 മഞ്ഞൾ നമുക്ക് ഒരു കുറച്ച് ചേർത്താൽ മതി. അപ്പം എപ്പോഴും തോരൻ ഉണ്ടാക്കുമ്പോൾ മഞ്ഞളാണെങ്കിൽ എന്നോട് ഇതെന്നാ കൂടുതൽ മഞ്ഞളിട്ടേക്കണം എന്ന് ചോദിക്കും. അതുകൊണ്ട് മഞ്ഞൾ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് എന്തായാലും വേണം. ഇതേ ഒരു പൊടിക്ക് ഒരു പിഞ്ച് ഇതേ നമ്മൾ കുറച്ചായിടാറ് ഇത് മതി. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് കഴിയുമ്പോ ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ. ഞാൻ അടപ്പെടുത്തോണ്ട് വന്ന് അടച്ചോളാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. അരമുറി തേങ്ങ, ഒരു മുറിയുടെ പകുതി മുറി കേട്ടോ. ഒരു തേങ്ങാമുറിയുടെ പകുതി മുറി. ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി എടുക്കാം. പിന്നെ അതൊക്കെ അവനവന്റെ ഇഷ്ടത്തിന് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചേർക്കാം. ഞാനൊരു 3-4 ചെറിയ ചുമന്നുള്ളിയും ഒരു 2 ദളം വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ കാന്താരിമുളക് എരിവിന്റെ പോലെ ചേർക്കാം. കാന്താരിമുളകൊക്കെ പഴുത്തത് കൊണ്ട് ഒരു 5 പഴുത്ത കാന്താരിമുളക് ചേർത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് കറിക്ക് ഉപയോഗിക്കുന്ന. ഇവിടെ ജീരകം ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് 2 കറിക്ക് ഇടണ സാധാ ജീരകം. ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കാനുണ്ട്. നമുക്കിത് വേവുമ്പോഴത്തേക്കും ഇത് മിക്സിയുടെ ബൗളിൽ സ്വല്പം വെള്ളം ഒഴിച്ച് വെച്ചൊന്ന് ഒതുക്കിയെടുക്കാം. ഒരു പൊടിക്ക് വെള്ളം മതി കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. കൈ വേവട്ടെ. നമ്മള് കായ അങ്ങനെ തിളച്ചു വെന്തു എന്ന് തന്നെ പറയാം. ഒരു സ്വല്പം കുഴയില് പോലെ വേണം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം വറ്റട്ടെന്ന് എഴുതിയിരുന്നതാട്ടോ. ആ സമയം കൊണ്ട് തേങ്ങ, കാന്താരിമുളക്, 2 തരം ഉള്ളി, ഒരു തരി ഒരു 2-3 എണ്ണം ജീരകം ഇട്ടിട്ടുള്ളൂ. അത് ജീരകത്തിന്റെ ടേസ്റ്റ് ഉള്ളവർക്ക് ജീരകം കൂടുതൽ ചേർക്കാം. അത് ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ച് വെച്ചൊന്ന് ഒതുക്കിയതാ. തേങ്ങ ഒതുക്കണത് തോരന് ചേർക്കണം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് അരപ്പങ്ങ വേവിക്കാം. സ്വല്പം വെള്ളം വറ്റിയിട്ട് ചേർത്താലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴമ്പ് പാകത്തിനായി ഇത് എടുക്കണം. അതുകൊണ്ട് ഈ വെള്ളത്തിന്റെ പാകമാകുമ്പോൾ ഞങ്ങൾ തേങ്ങ ഒതുക്കിയത് ചേർക്കും. ഇനി എങ്ങനെയാന്ന് വെച്ചാൽ ഇതങ്ങ് മിക്സ് ആക്കി കംപ്ലീറ്റ് വെള്ളം വറ്റി കഴിയുമ്പോൾ ഞങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് പിന്നെ ഇതിന്റെ മീതെ ഒരു സ്വല്പം കടുക് വറുത്ത് ചേർക്കും. ഇത് രണ്ടാമത് പിന്നെ കടുക് വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കൂല. വെളിച്ചെണ്ണ ഒരു തവയിൽ ഒഴിച്ച് വെച്ച് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കും. അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ എളുപ്പ മാർഗത്തിലുള്ള പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് തോരൻ റെഡിയാവും. ഏത്തക്കായ കൊണ്ടുള്ളതാട്ടോ ഇത് പാളയംകുടങ്കായ പൊന്തങ്കായ ഇല്ലേ നമ്മൾ മേടിക്കുന്ന മൈസൂർ പൂ എന്ന് പറയണേ, ആ പൊന്തങ്കായ കൊണ്ടൊക്കെ ഉണ്ടാക്കാം. എനിക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മെമ്മറിയിൽ വരണത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങള് ഞാൻ ഹോസ്പിറ്റലിൽ ഡെലിവറി ടൈമിൽ കിടക്കുമ്പോൾ എനിക്ക് ഡെയിലി ഉച്ചത്തേക്കോ വൈകിട്ടത്തേക്കോ ഒക്കെ ഭക്ഷണം കൊണ്ടുവരുമായിരുന്നു ഊണ. അപ്പോൾ ഊണ് കൊണ്ടുവരുമ്പോൾ പല വെറൈറ്റി വിഭവങ്ങൾ കൊണ്ടുവരും. അതായത് അപ്പോൾ കൊണ്ടുവരുമ്പോൾ എനിക്കിത് ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ട് ഈ പൊന്തൻകായ മേടിച്ച് ചേച്ചി തോരൻ ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു. ഭയങ്കര ടേസ്റ്റാ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ തേങ്ങയിട്ട് ഈ പരിപാടി തുടങ്ങിയത്. അങ്ങനെ എനിക്ക് ഭയങ്കര മെമ്മറിയാണ് കേട്ടോ. അതാ ഞാൻ എന്റെ മെമ്മറി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തതാ. അപ്പൊ ഇനി വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് കടുക് വറക്കാം. ഈ പാകത്തിന് കാണാവോ നോക്കിയതേ. ഈ പാകത്തിന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണേ. എന്നാലാണ് ചട്ടിയിലിരുന്ന് ചൂടോടുകൂടി ഇച്ചിരി ഒന്ന് വറ്റും ഈ കുഴമ്പ് രീതിയിലുള്ളത്. ഇത് അന്ന് ഞാൻ പറഞ്ഞത് കണ്ടമാനം ഡ്രൈ ആയിട്ടിരിക്കണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ വറ്റിച്ചിട്ട് ഓഫ് ചെയ്താൽ മതി. ഞങ്ങൾക്ക് ഇച്ചിരി കുഴമ്പ് പാകത്തിന് ഇരിക്കണതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ആ പാകത്തിന് ഓഫ് ചെയ്തേച്ച് അവിടെ തന്നെ ആ ബർണറിൽ തന്നെ വെച്ചേക്കാം. അപ്പം ചൂടുകൊണ്ട് ചട്ടിക്കും ചൂടുണ്ട്, നന്നായിട്ട് അതിൻ്റെ വെള്ളം വറ്റിയിരുന്നോളും. അതാണ് അതിൻ്റെ രീതി. ഇനി നമുക്കിത് വേഗം അപ്പുറത്തെ ബർണറിൽ കടുക് വറക്കാം കേട്ടോ. ഉണ്ണേണ്ട സമയമായിരുന്നേ. അതാ വേഗമെന്ന് പറയണം. 12:40 ആയുള്ളൂ. ഞാനോർത്ത് 1 മണിയായിരുന്നു. നമുക്ക് കടുക് വറക്കാൻ നോക്കിയാലോ? ഇതൊന്ന് ഇളക്കട്ടെ കേട്ടോ.
ഇപ്പൊ ഓഫ് ചെയ്തോ? അതില്ലേ ഒക്കെ ഇട്ട് കുറച്ചു നേരമായി. അത് ഇടയ്ക്ക് ഇളക്കി വരുന്ന എന്നാന്ന് പറയുമ്പോൾ നല്ല ചൂടല്ലേ ചട്ടി, മൺചട്ടിയല്ലേ. ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കണം കേട്ടോ, നല്ലതാ. അപ്പൊ മൺചട്ടിയുടെ ഒരു ടേസ്റ്റ് വളരെ നല്ലതാ. പഴമയുള്ള കറിയല്ലേ ഇത്. അപ്പൊ അതില് ചട്ടിയിലിരുന്ന് ശരിക്കും അത് ചൂടായിക്കോളും. അതുകൊണ്ടാണ് ഞാൻ ആ ബർണറിൽ തന്നെ അതിൽ തന്നെ വെച്ചേക്കണം, ഈ വെള്ളം ഒന്നോടെ വറ്റിക്കിട്ടാം. ഇനി നമുക്ക് കടുക് വറക്കാൻ ഇത് ഓൺ ചെയ്യാം. അടുത്ത ബർണർ. അതെ, വറ്റൽമുളക് ഇനി എടുത്തോണ്ട് വന്നേച്ച് ഓൺ ചെയ്യാം. ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കട്ടെ കടുക് വറക്കാൻ. ഇത് മതിയില്ല, എണ്ണ അധികം വേണ്ട. അതെ, തേങ്ങയൊക്കെ ചേർന്നേക്കണതല്ലേ. കടുക് ജസ്റ്റ് ഒന്ന് വറന്ന് കിട്ടാൻ മാത്രം, കരിഞ്ഞു പോവാതിരിക്കാൻ മാത്രമുള്ള എണ്ണ കേട്ടോ. തേങ്ങ ചേർക്കണോണ്ട് തേങ്ങയും ശരിക്കും അത് തന്നെയല്ലേ, എണ്ണമയത്തിന്റെ ഇത് തന്നെയല്ലേ. അപ്പൊ നമുക്കിതേ സ്വല്പം കടുകിടാം കേട്ടോ. എണ്ണ ചൂടായി. ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളിയും വറ്റൽമുളകും പിന്നെ ഒരു 2 തരി വേപ്പില ഇതിൽ ഓൾറെഡി വേവിക്കാൻ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഒത്തിരി വേപ്പില വേണ്ടല്ലോ എന്ന് കരുതിയാ കേട്ടോ. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഉള്ളി ഇടാം. കടുക് പൊട്ടി തുടങ്ങി, ഉള്ളി ഇടുവാണേ. ചുവന്നുള്ളി ഉള്ളി നന്നായിട്ട് മൂത്തു വന്നാൽ വേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർക്കുക. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളക് മൂക്കും. നമുക്ക് ഓഫ് ചെയ്യാറായേ. ശരിക്കും മൂട്ടോ, കരിഞ്ഞു പോലെ ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ചേർക്കാം. ഞാൻ കൈ മസിന് പിടിച്ചാ ഇങ്ങനെ വെച്ചേക്കണം. ഇങ്ങനെ നമ്മൾ കടുക് താളിച്ചത് ഇതിലേക്ക് ചേർക്കും. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പഴമയുള്ള ഒരു അസല് തട്ടിക്കൂട്ട് കറിയാണ്. തട്ടിക്കൂട്ട് തോരനാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം ഒന്ന് ലൈക്ക് ചെയ്യൂട്ടോ. ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാം. പിന്നെ പറമ്പിൽ കായൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ചെന്ന് പറിച്ചുണ്ടാക്കാം. അത് ഞാൻ പറഞ്ഞില്ലേ, പാളയംകുടനും പൊന്തങ്കായും ഒക്കെ കൊണ്ട് ഇത് ചെയ്യാം. പക്ഷെ ഏത്തക്കായാണ് കേട്ടോ ടേസ്റ്റ് കൂടുതലാ. ഏത്തക്കായ ഉള്ളവർക്ക് പെട്ടെന്ന് ചെന്ന് 2 കായ് പറിച്ചെടുക്കുക അല്ലേ, വേവിക്കുക, തേങ്ങ ഒതുക്കി ചേർക്കുക. അങ്ങനെ പെട്ടെന്ന് കറി ഇല്ലാതിരിക്കുമ്പോൾ ഒരു ഉലർത്ത് കറിക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഞാൻ പറയാണ്, ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ, see you, take care.